Dr. Aisha Parveen Sharif. Actually, I studied in Irkutsk State Medical University, Russia. റഷ്യയിൽ പഠിക്കുന്നതിനെ കുറിച്ച് ആർക്കും പ്രത്യേകിച്ച് വലിയ ധാരണയില്ല. ഇപ്പോൾ മെഡിസിനെ കുറിച്ചുള്ള ഒരു പാഷനല്ല, എല്ലാവരും മെഡിസിൻ കുട്ടികളിലേക്ക് ഇൻജെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇപ്പോൾ മെഡിസിൻ പഠിക്കാൻ ആഗ്രഹമില്ലാത്ത കുട്ടികൾ വരെ നമ്മൾ മെഡിസിൻ പഠിക്കണം എന്ന് പറഞ്ഞ് ഇൻജെക്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു റിയാലിറ്റി നമ്മുടെ നാട്ടിലോ പേരൻസിനോ കുട്ടികൾക്കോ തന്നെ അറിയില്ല. നമ്മൾ എബ്രോഡ് പോയിട്ട് എന്താണ് ചെയ്യേണ്ടത്. ഞാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് 1 year റഷ്യൻ ലാംഗ്വേജ് കോഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 6 year മെഡിസിൻ കോഴ്സ് ഉണ്ട്. ഈ ഒരു 3 years നമ്മൾ റഷ്യൻ ലാംഗ്വേജും പ്ലസ് അവിടെ ഞങ്ങൾക്ക് 72 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വൺസ് യു ഗ്രാജുവേറ്റ് വിൽ ബി വെരി ഹാപ്പി ദറ്റ് വി ആർ കോൾഡ് ഡോക്ടർ, സോ കോൾഡ് ഡോക്ടർ. ഒരിക്കലും അങ്ങനെയല്ല. തിരിച്ച് വന്ന് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ പേരിൻ്റെ ഫ്രണ്ടിൽ DR അല്ലെങ്കിൽ ഡോക്ടർ എന്നൊരു നെയിമിങ്, ഒരു ലേബൽ നിങ്ങൾക്ക് വരുള്ളൂ. നിങ്ങൾ ഇത്രയും വർഷം അവിടെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു വാല്യൂ കിട്ടിയില്ലെങ്കിൽ then what is the purpose of going abroad? പലർക്കും ഇതിൻ്റെ ഒരു റിയാലിറ്റിയെക്കുറിച്ച് അറിയില്ല. ആൻഡ് take a survey for those who pass this examination. ഒരു 19%, ഒരു 20% above ആരും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നില്ല. സോ വാട്ട് അബൌട്ട് ദി സ്റ്റുഡൻസ്? അവരുടെ ഫ്യൂച്ചർ എന്താണ്? പല ആളുകളും ഈ ഒരു കോഴ്സ് അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അവരെങ്ങോട്ട് പോകുന്നു? ദേ ആർ നോട്ട് വർക്കിംഗ് ആസ് ഡോക്ടേഴ്സ്. അവരെവിടെയാണ്? ദേ ആർ ആക്ച്വലി ചേഞ്ചിങ് ഇൻ ടു ഡിഫറെൻറ്റ് അതർ ഫീൽഡ്. നമ്മുടെ മണി, നമ്മുടെ പേരൻസിൻ്റെ സ്വെറ്റ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങോട്ടാണ്? വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ആക്ച്വലി ഇതൊരു അവെയർനെസ് കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പാഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക. വെറുതെ നമുക്കൊരു ഡോക്ടർ ആവാൻ പറ്റില്ല. പല ആളുകളും ഈവൻ ദ ഏജൻസീസ് ലൈക്ക് ദർ ആർ മെനി ആളുകളെ കബളിപ്പിച്ച് ഒരുപാട് ക്യാഷ് വാങ്ങിച്ച് ഇതിൻ്റെ പിന്നാലെ ലൈക്ക് ഭ്രാന്തമായി നമ്മൾ പോകാൻ പാടില്ല. മെഡിസിൻ അതൊരു 6 years കോഴ്സാണ്. അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പാഷൻ ഉള്ളവർ മാത്രം അതിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കിതിലേക്ക് നിങ്ങളുടെ ഒരു ഫുൾ ബ്ലഡ് ആൻഡ് സ്വെറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ലൈക്ക് കം ഇൻ ടു ദിസ് ഫീൽഡ്. ബിക്കോസ് നിങ്ങൾ ഈ ഒരു ജേർണിയിൽ വൺസ് യു സ്റ്റാർട്ടഡ് ദർ ഇസ് ആക്ച്വലി നോ ഗോയിങ് ബാക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈവൻ ഐ ഹാവ് ഫ്രണ്ട്സ് ഇതെല്ലാം പഠിച്ചിട്ട് ക്വിറ്റ് ചെയ്തവരുണ്ട്, ഹാഫ് അവേ ഡ്രോപ്പ് ചെയ്തവരുണ്ട്, ജോയിൻ ചെയ്തിട്ട് സൂയിസൈഡൽ അറ്റംപ്റ്റ്സിന് ട്രൈ ചെയ്തവരുണ്ട്. ആങ്സൈറ്റി ഇഷ്യൂസ്, പാനിക് അറ്റാക്സ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫീൽഡിൻ്റെ ഭാഗമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ വേണമെങ്കിൽ ഒരു സർവേ എടുത്ത് നോക്കിയാൽ എവറി ഇയർ സംബഡി ഈസ് സൂയിസൈഡിങ് ഹൂ ഈസ് ഫ്രം മെഡിക്കൽ ഫീൽഡ്, ഹു മൈറ്റ് ബി എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഓർ എൽസ് ഹൂ ഈസ് എ ഡോക്ടർ. സോ അതുകൊണ്ട് പേരൻസ് പ്ലീസ് നിങ്ങളുടെ കുട്ടികളുടെ പാഷൻ നിങ്ങൾ മനസ്സിലാക്കി ലൈക്ക് ആസ്ക് ദം, ടോക്ക് വിത്ത് ദം ആൻഡ് എന്നിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ദെൻ ചൂസ് ദിസ് ഫീൽഡ്. ആൻഡ് പുറത്തു പോയി നിങ്ങളൊരു എക്സാം FMG എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും യു ഹാവ് മോർ 6 or 7 months. ഇൻ കേരള ആണെങ്കിൽ നിങ്ങളൊരു 7-8 months നിങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കിട്ടാൻ. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു അപ്ലൈ എഗെയിൻ. നിങ്ങൾ അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യണം അതിൻ്റെ വേക്കൻസി വരാൻ. വേക്കൻസി വന്ന് ദെൻ യു ഹാവ് ടു ഗോ ഫോർ ഇൻറ്റേൺഷിപ്പ് ഫോർ 1 year. കോവിഡ് ടൈമിൽ നാട്ടിൽ നിന്നവരാണ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ 2 years ഇൻറ്റേൺഷിപ്പ് യു ഹാവ് ടു കണ്ടിന്യൂ മോർ. ദെൻ ആഫ്റ്റർ 2 years ഓഫ് ഇൻറ്റേൺഷിപ്പ് ഓർ 1 year ഓഫ് ഇൻറ്റേൺഷിപ്പ് ആക്ച്വലി യു ആർ നോട്ട് പെയ്ഡ് എനിത്തിങ്. സ്റ്റൈഫൻഡ് ഇല്ലാതെയാണ് യു ആർ ഗോയിങ് ടു വർക്ക് ഹിയർ. Then after learning all those process, then again you have a waiting period for permanent registration. അതും കഴിഞ്ഞിട്ടാണ് ഒരു FMG ഇവിടെ ഡോക്ടറായി വർക്ക് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി ആർക്കും അറിയില്ല, ഇതിൻ്റെ ഒരു സ്ട്രഗിൾസ് ആർക്കും അറിയില്ല. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ അവിടെ നിന്ന് പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞാലും എഗെയിൻ ഇവിടെ വന്ന് ഒരു വലിയ പ്രോസസ്സ് നിങ്ങൾ ചെയ്യണം. ആൻഡ് ഒരു കോച്ചിങ് എടുത്തില്ലെങ്കിൽ ഇതിലെന്താണ് പഠിക്കാനുള്ളത്, നമുക്കൊരു ഗൈഡൻസ് ഉണ്ടാവില്ല. ആൻഡ് അവിടുത്തെ സബ്ജക്ട്സ് ഓഫ് കോഴ്സ് പാടുണ്ട്. അവിടെ നമുക്ക് ലാംഗ്വേജ് അറിയണം. ലാംഗ്വേജ് അറിയാമെങ്കിൽ മാത്രമേ ഫൈനൽ ഇയർ സ്റ്റേറ്റ് എക്സാം ഒക്കെ പാസ്സാവാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. അവിടുത്തെ വെതർ, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ലാംഗ്വേജ്, ഒരുപാട് സാക്രിഫൈസസ് കഴിഞ്ഞാലും ദാറ്റ് സാക്രിഫൈസ് ആരും കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് അതിൻ്റെ ഒരു റിയാലിറ്റി, അതിൻ്റെ ഒരു പെയിൻ മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ബി ആൻ FMG. ആൻഡ് അത് എത്രത്തോളം പേരൻസ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. അതിലൂടെ കടന്നുപോയ ഓരോ വ്യക്തിയും
like they'll understand how much pain they have undergone. സോ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് ഓരോ വ്യക്തിയും കാലെടുത്ത് വെക്കുക. നമ്മൾ കാണുന്ന വീഡിയോസ് അബൌട്ട് എബ്രോഡ്, യു ആർ എൻജോയിങ്, നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാം വീഡിയോസ്, അങ്ങനത്തെ മാത്രം വീഡിയോസിൽ കണ്ട് അല്ലെങ്കിൽ റീൽസിൽ കണ്ട് അതിലേക്ക് മുഖം കുത്തി വീഴാതിരിക്കുക. ഇത് മെഡിസിൻ എനിക്ക് കിട്ടാതെ വന്ന 1-2 കുട്ടികൾ അല്ലെങ്കിൽ എൻട്രൻസിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്കിതിൽ പാഷനുണ്ട്, അങ്ങനെ ആഗ്രഹത്തോടു കൂടി തീർച്ചയായും നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് വരാം. നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെടും, നിങ്ങൾ അത് പ്രയത്നിക്കും, അത് നേടിയെടുക്കും, ദാറ്റ് ഈസ് ഫോർ ഷുവർ. പക്ഷേ ആഗ്രഹമില്ലാത്ത ഒരാളിലേക്ക് ഇത് കുത്തി നിറച്ചാൽ നിങ്ങൾ പകുതി വഴി ഇത് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അത്രയും നിങ്ങളുടെ പൈസ നഷ്ടം, നിങ്ങളുടെ ഇയേഴ്സ് നഷ്ടം, നിങ്ങളുടെ യൂത്ത് നഷ്ടം. ആൻഡ് ഇഫ് യു ആർ ദെയർ ടു സാക്രിഫൈസ് യുവർ യൂത്ത്, യു ക്യാൻ ബി എ ഡോക്ടർ ഓർ യു ക്യാൻ കം ടു ദിസ് ഫീൽഡ്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് യു അവെയർ ഓഫ് ഓൾ ദി സ്റ്റുഡൻസ്. ഈവൻ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട് ഒരുപാട് പേര് എബ്രോഡിലേക്ക് പല വീഡിയോസും കണ്ടിട്ട് ഇങ്ങനെ പോകുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ യു ഹാവ് ടു അച്ചീവ് ഇറ്റ് എന്ന്, ആൻഡ് ഇതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് മോർ ഓവർ വൺ മോർ തിങ്, ആൻഡ് പല ഏജൻസികളും നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരുപാട് ലാക്സ് ഓഫ് മണി വാങ്ങിയിട്ടാണ്. ആൻഡ് ആക്ച്വലി അങ്ങനെ ഒരു സാധനം ഇല്ല അവിടെ. നമ്മൾ 25-30 lakhs ഒന്നും കൊടുത്ത് ഒരു യൂണിവേഴ്സിറ്റിയും നിങ്ങളെ അഡ്മിഷൻ എടുക്കുന്നില്ല. യു ക്യാൻ ഡയറക്റ്റ്ലി ഗോ ടേക്ക് അഡ്മിഷൻ. ആൻഡ് ലാംഗ്വേജ് മനസ്സിലാവാത്തത് കൊണ്ടാണ് പല ആളുകളും ഇതിൻ്റെ ഇരയായി മാറുന്നത്. ആൻഡ് ന്യൂഡൽഹി, നമ്മുടെ ഇന്ത്യ നമുക്കൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കിട്ടുള്ളൂ, നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. ദർ ആർ സ്റ്റുഡൻസ്, ഈവൻ ഐ ഹാഡ് എ ഫ്രണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. ആ യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ ഇന്ത്യൻ അംഗീകാരമില്ല, NBE അംഗീകരിക്കാത്ത യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് അവിടെ ട്രാപ്പായി പോയ സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് ഒരുപാട് ഉൾപ്രദേശത്തിൽ പെട്ട് ട്രാപ്പായി പോയ സ്റ്റുഡൻസ് ഉണ്ട്. ഈവൻ ഈ ഒരു വോർ വന്നപ്പോഴാണ് ഇത്രയും സ്റ്റുഡൻസ് അബ്രോഡ് ഉണ്ടെന്ന് പോലും നമ്മുടെ ഇന്ത്യയും നമ്മുടെ നാട്ടുകാരും തിരിച്ചറിയുന്നത്. ആൻഡ് അബൌട്ട് റഷ്യയിൽ പോയി പഠിക്കുന്നത് എല്ലാവരും വിചാരിക്കും ഇറ്റ്സ് ആൻ ഈസി തിങ്. അല്ല, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പല ടീച്ചേഴ്സിനും ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയില്ല. ഈവൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയെങ്കിലും അവരുടെ ഒരു ഇംഗ്ലീഷ് ക്യാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് റഷ്യൻ അറിയണം. ഈ റഷ്യൻ ചില യൂണിവേഴ്സിറ്റിയിൽ 3 years, ചില യൂണിവേഴ്സിറ്റിയിൽ 5 years പഠിക്കാനുണ്ട്. ഇവർ പറയുന്ന റഷ്യൻ ലാംഗ്വേജിലെ മെഡിസിൻ നമ്മൾ മനസ്സിലാക്കി വീട്ടിൽ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ മെഡിസിൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓരോ വർഷവും ഹോളിഡേയ്സിൽ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ബുക്സ് എല്ലാം വാങ്ങിക്കൊണ്ടുപോയി ആൻഡ് അത് റെഫർ ചെയ്ത് എന്നിട്ടൊക്കെയാണ് നമ്മൾ അവിടുത്തെ എക്സാമിന് പാസ്സാവുന്നത്. അവിടുത്തെ ഒരു എക്സാം പാസ്സായില്ലെങ്കിൽ ദെൻ നമുക്കവിടെ പേയ്മെൻ്റ് ഉണ്ട്, ഫൈൻ അടച്ചിട്ട് വേണം നെക്സ്റ്റ് എക്സാം എഴുതാൻ. ഇല്ലെങ്കിൽ ഇയർ ബാക്ക് ആയി കഴിഞ്ഞാൽ പിന്നെയും അത് നമുക്കൊരു ട്രബിളാണ്, ബിക്കോസ് അവർക്ക് ഇവിടുത്തെ എക്സാമിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ദെൻ ആഫ്റ്റർ ഓൾ സ്ട്രഗിൾസ് ആൻഡ് ഫൈനൽ ഇയർ ഒരു സ്റ്റേറ്റ് എക്സാം ഉണ്ട് റഷ്യയിൽ. ആ സ്റ്റേറ്റ് എക്സാമിന് 3 part ഉണ്ട്, വൈവ, തിയറി, പ്രാക്ടിക്കൽസ്. ആൻഡ് ഇവിടെ മേ ബി റഷ്യൻ ഫാക്കൽറ്റീസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് ആയിരിക്കും നിങ്ങളത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരിക. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആൻസറിൽ അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ then you have to come, like go to India, come back next year, like next June പോയിട്ട് വേണം നിങ്ങൾ ആ എക്സാം ഒന്നുകൂടെ എഴുതി പാസ്സാവാൻ. ആ പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് FMG എക്സാം എഴുതാൻ നിങ്ങൾ എലിജിബിൾ ആവുകയുള്ളൂ. സോ ആഫ്റ്റർ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതിരിക്കുന്നു. ആൻഡ് നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ ഫുഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്താണ് അവിടെ നിൽക്കുന്നത്. സോ ഇതെല്ലാം മനസ്സിലാക്കുക. ആൻഡ് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തിങ് നിങ്ങൾ റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണോ എന്ന് സെർച്ച് ചെയ്യാം. സെക്കൻഡ് തിങ്, നിങ്ങൾ വാങ്ങുന്ന ഈ ഒരു അഡ്മിഷൻ ഫീസും കാര്യങ്ങളും ആക്ച്വലി എവറിത്തിങ് ഈസ് ഫേക്ക്. നിങ്ങളത് കൃത്യമായി സെർച്ച് ചെയ്ത് മനസ്സിലാക്കി പോവുക. ആൻഡ് തേർഡ് തിങ്, അവിടെ ചില യൂണിവേഴ്സിറ്റികളിൽ 3 വർഷവും ചില യൂണിവേഴ്സിറ്റിയിൽ ഫുൾ ഇയറും നിങ്ങൾക്ക് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് തന്നെ പറയേണ്ടി വരും. അപ്പം ഇംഗ്ലീഷ് മീഡിയമുള്ള കോഴ്സ് ആണോ, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്നവരാണോ, അവർക്ക് റേറ്റിംഗ് ഉണ്ടോ, അവിടെ എത്രത്തോളം, ഈവൻ സ്റ്റുഡൻസ് പോലും ഇവിടെ അഡ്വർടൈസ്മെൻറ്റിൽ നിങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ 1350 സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ള ഫേക്ക് അഡ്വർടൈസ്മെൻ്റ് ആണ് പലരും കൊടുക്കുന്നത്. സോ അത് കൃത്യമായി മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ആ യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി ജോയിൻ ചെയ്യുക. ആൻഡ് പിന്നെ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വേണ്ട, വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, അങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ലൈക്ക് ഇന്ത്യൻ കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ then one time is possible, like more than one time if you're changing an university, actually നിങ്ങൾക്ക് ഇവിടെ FMG എക്സാം എഴുതാനുള്ള
like you are not eligible to write an FMG exam. So FMG exam എഴുതാതെ then you are not valid as a doctor. So നിങ്ങളുടെ സ്വപ്നം ഡോക്ടർ ആകണം എന്നാണെങ്കിൽ you have to know like ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ പോവുക. താങ്ക് യു.